ഫിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും പരക്ക മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫിഞ്ചൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 7 ജില്ലകൾക്ക് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ചുഴലിക്കാറ്റിന്റെ ദിശ തമിഴ്നാട്, ആന്ധ്ര തീരത്തേക്കാണെങ്കിലും പുതുച്ചേരിയുമായി അടുത്ത് കിടക്കുന്ന കേരള പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതോടെ 90 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാം. കേരള, തമിഴ്നാട്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാം. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കഴിഞ്ഞ 27-ന് ചുഴലിക്കാറ്റായി തീരത്തേക്ക് കടക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ചുഴലിക്കാറ്റ് ആന്ധ്ര തീരത്തേക്ക് പ്രവേശിക്കുന്നതോടെ ശക്തി കുറയുമെന്നും അറിയിപ്പുണ്ട്. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ചെന്നൈയിൽ വെള്ളക്കെട്ടും രൂക്ഷമായി. ജനം, തിരുവനന്തപുരം. ശക്തമായ മഴ കേരളത്തിലുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. പ്രജിത്ത് കൂടി ചേരുകയാണ്. പ്രജിത്ത്, ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ മഴ ഈ ഫിഞ്ചൽ കൊടുങ്കാറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ്. അത് കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങൾ പ്രജിത്ത്. വിനോദ്, ഈ അലർട്ടുകൾ മാറുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിൽ 9 മണിയോടെ വന്ന റെയിൻ അലർട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അത് ഈ ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യമൊക്കെ കണക്കാക്കിക്കൊണ്ടുള്ള അലർട്ടുകളാണ്. എന്തായാലും ഇന്നത്തെ മഴ മുന്നറിയിപ്പുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇന്ന് സംസ്ഥാനത്തെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അത് 10 മണിയുടെ പുതിയ അലർട്ട് വരുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ അലർട്ടുകൾ എന്ന് പറയുമ്പോൾ ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ഈ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ പെയ്യുമെന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നു. ഒരു പക്ഷേ 10 മണിയുടെ അലർട്ട് വരുമ്പോൾ ഇന്നത്തെ ഒരു മഴയുടെ സാഹചര്യമൊക്കെ പരിഗണിച്ച് കൂടുതൽ ജില്ലകളിൽ കൂടുതൽ ശക്തമായ അലർട്ടുകൾക്കൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളുമാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ പെയ്യുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത്. നാളെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അലർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മഴ മുന്നറിയിപ്പുകളുണ്ട് യെല്ലോയും ഓറഞ്ചുമായി. നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ, അങ്ങനെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു. മറ്റന്നാളേക്ക് വരുമ്പോഴും ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളുണ്ട്. ഈ ജില്ലകളെല്ലാം യെല്ലോയും ഓറഞ്ചുമാണ്. അന്നത്തെ ദിവസവും ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. വടക്കൻ ജില്ലകളിലേക്ക് കൂടുതൽ ശക്തമായ മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്തായാലും ഈ ചുഴലിക്കാറ്റിന്റെ ശക്തിയൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ, അതിപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദത്തിലേക്കൊക്കെ മാറിയിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടുതൽ ഈ അലർട്ടുകളിലൊക്കെ ഒരു കുറവുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും 10 മണിക്കത്തെ മഴ മുന്നറിയിപ്പാണ് ഏറ്റവും നിർണായകമാകുക. കാരണം അടുത്ത ഇന്നത്തെ പകൽ എന്തായിരിക്കും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലെ കാലാവസ്ഥ എന്നുള്ളത് ഈ അലർട്ടുകളിൽ നിന്ന് മാത്രമായിരിക്കും വ്യക്തമാകുക. 10 മണിയുടെ അലർട്ടിനായി കാത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ പ്രത്യേകിച്ച് അലർട്ടുകളൊന്നും ഇല്ലെങ്കിലും തിരുവനന്തപുരം നഗരത്തിലൊക്കെ വളരെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും 10 മണിക്ക് വരുന്ന മഴ മുന്നറിയിപ്പുകളാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്, ശബരിമല അടക്കമുള്ള മേഖലകളിലും മഴ ശക്തമാകും അല്ലെങ്കിൽ എന്നുള്ളൊരു അറിയിപ്പുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വിനോദ്, അതേപോലെ തന്നെ കടലിൽ മീൻ പിടിക്കുന്നതിനും നിയന്ത്രണമുണ്ടല്ലോ. കേരളം, തമിഴ്നാട്, കർണാടക തീരങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ നിയന്ത്രണങ്ങളും ഉണ്ടല്ലോ പ്രജിത്ത്. അത് സ്വാഭാവികമായും ഇത്തരമൊരു ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യത്തിൽ ആ നിയന്ത്രണങ്ങൾ നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടുത്തൊരു 3 ദിവസത്തേക്കെങ്കിലും കടലിൽ പോകരുത് എന്നുള്ളതാണ് നിലവിൽ നൽകിയിട്ടുള്ള അലർട്ട്. ഈ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ അതിന്റെ സഞ്ചാരപഥമൊക്കെ അനുസരിച്ചിരിക്കും ജാഗ്രതയാണ് നൽകിയിട്ടുള്ളത്. മീൻപിടുത്തത്തിനും ഒക്കെ തന്നെ നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്.